ഇത് ഞങ്ങൾ ചെയ്തൊരു വേറിട്ട യാത്രയുടെ കഥയാണ്. ഞങ്ങൾ ചെയ്ത ആദ്യത്തെ ക്യാമ്പർ വാൻ യാത്ര, അതും അമേരിക്കയിലെ ചുവന്ന ഭൂമി എന്ന് പറയപ്പെടുന്ന അരിസോണയ്ക്ക്. ഇതൊരു പുതിയ അനുഭവം ആയതുകൊണ്ട് തന്നെ വാനും റൂട്ടൊക്കെ മുന്നേ കൂട്ടി ബുക്ക് ചെയ്തിട്ടാണ് വാൻകൂവറിൽ നിന്ന് അരിസോണയിലെ ഫീനിക്സിക്ക് ഞങ്ങൾ വണ്ടി കയറുന്നത്. പക്ഷേ ചെന്നിറങ്ങിയപ്പോൾ വലിയൊരു ട്വിസ്റ്റ് ഞങ്ങൾ അവിടെ കാത്തിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് വാന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ കമ്പനീന്റെ മാനേജറെ വിളിക്കുമ്പോൾ മൂപ്പര് പറയുന്നത്, ഞാൻ ഇന്ന് അവിടുന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്, ആ കമ്പനി അത്ര നല്ലതല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് ക്യാൻസൽ ചെയ്ത് തുടങ്ങി. വർഷത്തിൽ ആകപ്പാടെ കിട്ടുന്ന 14 ദിവസത്തെ ലീവിൽ 7 ദിവസത്തിന് വേണ്ടി മാറ്റി വെച്ച് $3000 വേണ്ടി സ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരോടാണ് ഈ ചെങ്ങായി വർത്താനം പറയണമെന്ന് നോക്കണം. അങ്ങനെ വർത്താനം പറഞ്ഞ അവസാനം പറഞ്ഞു, വണ്ടി ഒരു സ്ഥലത്തുണ്ട്, അത് നിങ്ങൾ സ്വയം റിസ്ക് നിങ്ങൾക്ക് എടുക്കാം, അവിടെ നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മളെ സമയമാണ് വലുതെന്നുള്ളതുകൊണ്ട് ഒന്നും നോക്കണ്ട, ബാക്കി വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞു വണ്ടി പോയിട്ട്. പക്ഷെ ഒരു കാർ റെന്റ് എടുക്കുന്നമാർക്ക് ഒരു സഞ്ചരിക്കുന്ന വീട് ക്യാമ്പർ വാൻ റെന്റ് എടുക്കാൻ പറ്റില്ല എന്ന് അന്ന് രാത്രിനെ വൈകാതെ നമുക്ക് മനസ്സിലായി. അങ്ങനെ വാൾമാർട്ടിൽ നിന്ന് 2 ദിവസം ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നാളത്തെ ഡെസ്റ്റിനേഷനായ സിഡോണ വെച്ച് പിടിച്ചു. കാക്ടസ് മരങ്ങളൊക്കെ ഉണ്ട്. സിഡോണക്ക് 100 കിലോമീറ്റർ അടുത്തുള്ള ഒരു റെസ്റ്റ് ഏരിയയിൽ അന്നത്തെ സ്റ്റേ ഞങ്ങൾ. അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി രാവിലെ നേരത്തെ നീക്കാൻ വേണ്ടി കടക്കാൻ നോക്കുമ്പോൾ വേറൊരു ടിസ്റ്റ്, വണ്ടിന്റെ ഹീറ്റർ വർക്ക് ചെയ്യണില്ല. ഈ സ്ഥലങ്ങളെ പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര ചൂടേക്കാരം, പക്ഷെ അതിന് രാത്രി ആവുമ്പോൾ ഇത് -10 വരെ പോകും. ആർവിന്റെ കസ്റ്റമർ കെയർക്ക് വിളിച്ചിട്ടും ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. അങ്ങനെ ആ രാത്രി ഞങ്ങൾ ഉറങ്ങാതെ തണുത്ത് പറിച്ച് നേരം വിളിപ്പിച്ചു. ഉറക്കം കിട്ടിയില്ലെങ്കിലും സമയം നമുക്ക് പ്രശ്നമായതുകൊണ്ട് രാവിലെ തന്നെ സെഡോണ വെച്ച് പിടിച്ചു. ഇവിടുത്തെ മണ്ണും മലകളും ഒക്കെ ചുമപ്പാണ്. ഇനി നമ്മൾ ഇവിടുത്തെ ഫേമസ് സബ്വേ കേവ് ഹൈക്ക് ചെയ്യാൻ പോകണം, അത് അടുത്ത വീഡിയോയിൽ പറയാം.